Hi friends, welcome back to our channel Just for a Guide. Now we are discussing a new poem entitled Poetry. പോയിട്രി എന്ന പോയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് എഴുതിയത് പാബ്ലോ നെരുഡ എന്ന ചിലിയൻ പോയറ്റാണ്. ആദ്യമായിട്ട് നമുക്ക് പോയറ്റിനെ പരിചയപ്പെടാം. നെഫ്താലി റിക്കാർഡോ റെയ്സ് ബൊസാൾട്ടോ was born in 1904 and died in 1973, who is popularly known by his pen name Pablo Neruda, was a Chilean poet, diplomat and politician. അപ്പോൾ നഫ്താലി വാസ് ബോൺ ഇൻ 1904 ആൻഡ് ഡൈഡ് ഇൻ 1973. അദ്ദേഹത്തിൻ്റെ തൂലികാ നാമമായ പാബ്ലോ നെറുഡ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു ചിലിയൻ പോയറ്റാണ്. അതുപോലെ അദ്ദേഹം ഒരു നയതന്ത്രജ്ഞനും രാഷ്ട്രീയ പ്രവർത്തകനുമാണ്. ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞാൽ നയതന്ത്രജ്ഞൻ, പൊളിറ്റീഷ്യൻ, രാഷ്ട്രീയ പ്രവർത്തകൻ. He wrote in a variety of styles and his works include surrealist poems, historical epics, political manifestos and a prose autobiography. വൈവിധ്യമായ ശൈലികളിൽ, വെറൈറ്റി ഓഫ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ, വെറൈറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യമായ ശൈലികളിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതികളിലായിരുന്നു എഴുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളിൽ സറിയലിസ്റ്റ് പോയംസ് ഉണ്ടായിരുന്നു, ഹിസ്റ്ററിക്കൽ എപ്പിക്സ് ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോസ്, അതുപോലെ തന്നെ പ്രോസ് ഓട്ടോബയോഗ്രഫീസും ഉണ്ടായിരുന്നു. സറിയലിസ്റ്റ് പോയംസ് എന്ന് പറഞ്ഞാൽ എ വർക്ക് ഓഫ് ലിറ്ററേച്ചർ ദാറ്റ് അറ്റംപ്റ്റ്സ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ദി ഇമാജിനേഷൻ. യുക്തിരഹിതമായ ബോധത്തെ ചിത്രീകരിക്കുന്ന ഒരു കലാപ്രസ്ഥാനത്തിനാണ് സറിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പോയംസ് എഴുതിയിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ എപ്പിക്സ് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ ഇതിഹാസങ്ങൾ. പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോസ് രാഷ്ട്രീയ വിജ്ഞാപന പത്രം. അതുപോലെ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ആത്മകഥാംശമുള്ള ചില ഗദ്യഭാഗങ്ങളും എഴുതിയിട്ടുണ്ട്. അതുപോലെ he often wrote in green ink, which was his personal symbol for desire and hope. അദ്ദേഹം ഗ്രീൻ ഇങ്ക് ഉപയോഗിച്ചായിരുന്നു എഴുതിയിരുന്നത്. ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. അത് ഡിസയറിൻ്റെയും ഹോപ്പിൻ്റെയും പ്രതീകമായിട്ടായിരുന്നു അദ്ദേഹം അതിനെ കണ്ടിരുന്നത്. ഗ്രീൻ ഇങ്ക് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ഡിസയർ ആൻഡ് ഹോപ്പ്. അതിനെയായിരുന്നു ആ ഗ്രീൻ ഇങ്ക് സിംബലൈസ് ചെയ്തിരുന്നത്. He won the Nobel Prize for Literature in 1971. 1971 അദ്ദേഹം നൊബേൽ പ്രൈസ് കരസ്ഥമാക്കി. There are 3 phases in this poem. 3 തലങ്ങളിലൂടെയാണ് ഈ കവിത പോകുന്നത്. ഒന്നാമത്തേത് കാവ്യഭാവന അദ്ദേഹത്തെ പിടികൂടുമ്പോഴുള്ള അവസ്ഥ. അതായത് ഈ പോയട്രി എന്ന പോയത്തിൽ ഈ പോയറ്റ് എങ്ങനെയാണ് ആദ്യമായിട്ട് കവിത എഴുതിയത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭാവനയുടെ ലോകത്തേക്ക് അദ്ദേഹം എങ്ങനെയാണ് എത്തിച്ചേർന്നത്, ആദ്യമായിട്ട് എഴുതിയിരിക്കുന്ന വരികൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ പോയട്രി എന്ന പോയത്തിൽ അദ്ദേഹം വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് 3 തലങ്ങളിലുണ്ട്. അതിൽ ഒന്നാമത്തേത് കാവ്യഭാവന അദ്ദേഹത്തെ പിടികൂടുമ്പോഴുള്ള അവസ്ഥ. രണ്ടാമത്തേത് കാവ്യഭാവന വന്നപ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ഫീലിങ്സ്. ആ ഇമാജിനേഷൻ പവർ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ എക്സ്പീരിയൻസിലൂടെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫീലിങ്സാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അനുഭവപ്പെട്ടത് എന്നതും. പിന്നെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഭാവന വന്നതിന് ശേഷം അദ്ദേഹത്തിന് അനുഭവപ്പെട്ട അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ട് അനുഭവങ്ങൾ, മാനസികമായിട്ട് എന്തൊക്കെ അനുഭവങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്തത് എന്നതുകൂടിയാണ് പോയട്രി എന്ന കവിതയിലൂടെ അദ്ദേഹം വിവരിക്കുന്നത്. When does a poet feel the urge to write? Where do poets get inspiration from? ഒരു കവിക്ക് എപ്പോഴാണ് എഴുതുവാനുള്ള ത്വരയുണ്ടാകുന്നത്? എർജ് മീൻസ് ത്വര. പോയറ്റിന് ആ ഒരു ഇൻസ്പിറേഷൻ മീൻസ് പ്രചോദനം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? In this poem, the poet shares his experience of being embraced by creativity and finding his own passion and calling.
ഈ ഒരു കവിതയിൽ പോയറ്റ് തന്നെ സർഗാത്മകത പിടികൂടിയപ്പോഴുണ്ടായ അനുഭവങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിലാഷങ്ങളും നിയോഗങ്ങളും കണ്ടെത്തിയതിനെ കുറിച്ചൊക്കെയാണ് ഈ കവിതയിലൂടെ വിവരിക്കുന്നത്. നൗ റീഡ് ദ പോയം. പോയട്രി എന്ന വേർഡിൻ്റെ മീനിങ് കാവ്യകല എന്നാണ്. ഇറ്റ് ഈസ് എ ഫ്രീ വേഴ്സ് പോയം. എ പോയം ഡസൻറ്റ് ഹാവ് എ സെറ്റ് മീറ്റർ ഓർ റൈം സ്കീം. ഈ ഒരു പോയത്തിൽ നമുക്ക് ഒരു റൈം സ്കീമൊന്നും കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ദ സ്പീക്കർ ഓഫ് ദ പോയം ഇസ് ദ പോയറ്റ് ഇറ്റ് സെൽഫ്. പോയറ്റ് തന്നെയാണ് ഇതിൽ സ്പീക്കർ. അപ്പോൾ നമുക്ക് പോയം തുടങ്ങാം. And it was at that age poetry arrived in search of me. I don't know where it came from winter or a river. And it was at that age, ആ കാലത്താണ് poetry arrived, poetry എന്നെ തേടി വന്നത്. In search of me, എന്നെ തേടി വന്നതാണ്. I don't know where it came from. എനിക്കറിയില്ല. I don't know where it come from. ആ കവിത എവിടെ നിന്നാണ് കയറി വന്നതെന്ന് എനിക്കറിയില്ല. The poet doesn't have an idea about the origin of the poem. From winter or a river. അത് വിൻ്ററിൽ നിന്നാണോ അല്ലെങ്കിൽ റിവർ എന്ന് പറഞ്ഞാൽ പുഴയിൽ നിന്നാണോ ആ പോയിട്രി എന്ന ആ ഒരു കാവ്യകല എന്നിലേക്ക് എത്തിയത്? ഐ ഡോണ്ട് നോ ഹൗ ഓർ വെൻ. വിൻ്റർ സീസണിൻ്റെ തീഷ്ണതയിൽ നിന്നാണോ അതോ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നിന്നാണോ എനിക്കറിയില്ല. എപ്പോഴാണ് എങ്ങനെയാണ് അത് എന്നിലേക്ക് വന്നത്? പോയിട്രി അറൈവ്ഡ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഫിഗർ ഓഫ് സ്പീച്ച് ദറ്റ് ഈസ് പേഴ്സോണിഫിക്കേഷൻ. പോയിട്രി അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിട്രി കടന്നു വരാൻ പോയിട്രിക്ക് എന്താ പറയുക, ജീവനുള്ളൊരു വസ്തു അല്ലല്ലോ. പക്ഷേ എന്നാലും പോയിട്രി അറൈവ്ഡ് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ പേഴ്സോണിഫിക്കേഷൻ എന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഉപയോഗിച്ചിരിക്കുന്നു. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എ പോയറ്റിക് ഡിവൈസ് ദാറ്റ് ഗിവ്സ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു നോൺ ഹ്യൂമൻ തിങ്സ് സച്ച് ആസ് ആനിമൽസ്, പ്ലാന്റ്സ് ഓർ ഇനാനിമേറ്റ് ഒബ്ജക്ട്സ്. അപ്പോൾ ജീവനില്ലാത്ത വസ്തുക്കളെ നമ്മൾ ജീവനുള്ളതായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അവർ പറയുവാണ് പോയിട്രി അറൈവ്ഡ്, പോയിട്രി എൻ്റെ എന്നിലേക്ക് കടന്നു വന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ഫിഗർ ഓഫ് സ്പീച്ച് പേഴ്സോണിഫിക്കേഷനാണ്. നോ, they were not voices, they were not words, nor silence, but from a street I was summoned from the branches of night, abruptly from the others. പോയിട്രി അദ്ദേഹത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, അത് എപ്പോഴാണെന്നറിയില്ല. വിൻ്റർ സീസണിൽ നിന്നാണോ? വിൻ്റർ സീസൺ എന്ന് പറയുമ്പോൾ ഒരു സീസണാണ്, അത് വളരെ തീക്ഷ്ണമായിട്ട് തന്നെ നിലകൊള്ളുന്ന ഒരു സീസൺ. പക്ഷേ റിവർ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോ ചെയ്യുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നാണോ വന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. വിൻ്റർ ഓർ റിവർ എന്ന് ഉപയോഗിച്ചതിലൂടെ അവിടെ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഉപയോഗിക്കുന്നുണ്ട്. വിൻ്റർ ഓർ റിവർ means elements of nature. Here he uses figure of speech again, that is contrasting image. That means imagery that opposes or is significantly different in comparison. Opposite figures-നെ അടുത്തടുത്ത് വെച്ച് പറയുന്നതിനെയാണ് പറയുന്നത്. വിൻ്റർ എന്ന് പറയുന്നത് സ്റ്റില്ലായിട്ട് നിൽക്കുന്നതും റിവർ എന്ന് പറയുന്നത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ കോൺട്രാസ്റ്റിംഗ് ഇമേജാണ് വരുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഐ ഡോണ്ട് നോ ഹൗ ഓർ വെൻ, നോ ദേ വർ നോട്ട് വോയിസസ് എന്ന് പറയുന്നുണ്ട്. ആ കാവ്യഭാവനകൾ ശബ്ദങ്ങളായിട്ടല്ല ഉണ്ടായിരുന്നത്. ദേ വർ നോട്ട് വേർഡ്സ്, വാക്കുകളായിട്ടും അല്ലായിരുന്നു. നോ സൈലൻസ്, നിശബ്ദതയുമല്ലായിരുന്നു. അദ്ദേഹത്തിന് അത് വിവരിക്കുവാൻ സാധിക്കുന്നില്ല. ബട്ട് ഫ്രം എ സ്ട്രീറ്റ് ഐ വാസ് സമ്മൺഡ്, പക്ഷേ ഏതോ ഒരു തെരുവിൽ നിന്ന് ഞാൻ വിളിക്കപ്പെടുകയായിരുന്നു. സമ്മൺഡ് മീൻസ് വിളിക്കപ്പെടുക. ഫ്രം ദി ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്, അബ്രപ്റ്റ്ലി ഫ്രം ദി അതേഴ്സ്. ഫ്രം ദി ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്,
രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് എന്നെ വിളിക്കപ്പെടുകയായിരുന്നു. അബ്രപ്റ്റ്ലി മീൻസ് സഡൻലി, പെട്ടെന്ന്. അബ്രപ്റ്റ്ലി ഫ്രം ദി അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്നും എന്നെ വിളിക്കുകയായിരുന്നു. ഞാൻ മറ്റുള്ള ആളുകളുടെ കൂടെ നിന്നപ്പോഴാണ് എന്നിലേക്ക് ആ ഭാവന എത്തിയത്. ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്. ഹിയർ ദ പോയറ്റ് യൂസസ് ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫർ. രാത്രി ഒരു മരമായി കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ മെറ്റഫർ മീൻസ് ദറ്റ് കമ്പയർസ് ടു തിങ്സ് that are not related often by stating that one thing is another. ഒന്ന് തന്നെ, അതായത് ഒരു ഒബ്ജക്റ്റിനെ അത് തന്നെയാണ് ഇതെന്ന് അവിടെ കമ്പാരിസൺ പറയുകയാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുകയാണ്. കാരണം രാത്രിയുടെ ബ്രാഞ്ചസ്, രാത്രി എന്നുള്ളതിനൊരു മരമായി കാണുന്നു, അതിൻ്റെ ബ്രാഞ്ചസ് രാത്രിയുടെ യാമങ്ങളിൽ, അതായത് ആ ഒരു സമയത്തെയാണ് അദ്ദേഹം കാണിക്കുന്നത്. രാത്രിയുടെ യാമങ്ങളിൽ എപ്പോഴോ ആണ് എന്നെ ആ ഭാവന വിളിക്കപ്പെടുന്നത്. അബ്രപ്റ്റ്ലി ഫ്രം ദി അതേഴ്സ്, പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കൂട്ടത്തിൽ നിൽക്കുന്നതിനിടയ്ക്കാണ് എന്നെ ആ കവിഭാവന വിളിക്കുന്നത്. Among violent fires or returning alone, there I was without a face and it touched me. എപ്പോഴാണ് എന്നെ ആ കവിത സ്പർശിച്ചത്? Among violent fires is a phrase means political unrest, that is internal struggles. രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയ്ക്കാണ് ഈ വയലൻറ്റ് ഫയർസ് എന്ന് പറയുന്നത്. ഇവിടെ കവി എന്താ പറയുക, പൊളിറ്റിക്കലായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എമംഗ് വയലൻറ്റ് ഫയേഴ്സ്, സമരമുഖത്തിൽ നിന്നാണ് എന്നെ വിളിച്ചത്. ഓർ റിട്ടേണിങ് അലോൺ, അല്ലെങ്കിൽ ആ സമരമുഖത്ത് നിന്ന് തനിച്ച് തിരിച്ചു പോകുമ്പോഴാണ് അദ്ദേഹത്തെ ആ കവിത വിളിക്കുന്നത്. ദർ, അവിടെ വെച്ചിട്ടാണ്. ഐ വാസ് വിതൗട്ട് എ ഫേസ് ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീ. എന്നെ അവിടെ വെച്ച് ആ കവിത സ്പർശിക്കുമ്പോൾ ഐ വാസ് വിതൗട്ട് എ ഫേസ്, എനിക്ക് ഒരു ഫേസ് ഇല്ലാത്ത വ്യക്തിയായിരുന്നു. ഇവിടെ വിതൗട്ട് എ ഫേസ് എന്ന് പറയുന്നത് വ്യക്തമായ ഐഡൻറ്റിറ്റി ഇല്ലാത്ത ഒരാളായിരുന്നു. അതായത് അന്ന് അദ്ദേഹം കവിയായിട്ടില്ല. അപ്പോൾ ഈ സമരങ്ങളിലൊക്കെ അങ്ങനെ പങ്കെടുത്ത് നടക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടില്ല. വ്യക്തമായിട്ടുള്ള ഐഡൻറ്റിറ്റി ഇല്ലാത്ത ഒരാളായിരുന്നു കവി ആ സമയത്താണ് ഈ കവിത, ഈ ഭാവന അദ്ദേഹത്തെ സ്പർശിച്ചത്. ഇറ്റ് ടച്ച്ഡ് മീ. ഇറ്റ് മീൻസ് പോയട്രി. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പേഴ്സോണിഫിക്കേഷനാണ് ഫിഗർ ഓഫ് സ്പീച്ച്. ഇനി അടുത്ത സ്റ്റാൻസയിലോട്ട് പോവാം. ഈ സ്റ്റാൻസയിൽ എക്സ്പീരിയൻസസ് ആഫ്റ്റർ ടച്ചിങ് ദ പോയട്രി, പോയറ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഈ പോയട്രി അദ്ദേഹത്തെ ടച്ച് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. I did not know what to say. My mouth had no way with names. My eyes were blind. And something started my soul, fever or forgotten wings. And I made my own way, deciphering that fire. I did not know what to say. My mouth had no way with names. It was an inexplicable experience. വിശദീകരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അത് വാക്കുകളിലൂടെ അല്ലെങ്കിൽ ഭാഷാ മാധ്യമത്തിലൂടെ അദ്ദേഹത്തിന് വിവരിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മൈ ഐസ് വെർ ബ്ലൈൻഡ് ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ. പക്ഷേ എൻ്റെ ആത്മാവിൽ എന്തോ ഒരു മാറ്റം അതെനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നു. സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ എന്ന് പറയുമ്പോൾ അവിടെ അലിട്രേഷനാണ്. അലിട്രേഷൻ മീൻസ് ദ ഒക്കറൻസ് ഓഫ് ദി സെയിം ലെറ്റർ ഓർ സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് അഡ്ജസൻറ്റ് ഓർ ക്ലോസ്ലി കണക്റ്റഡ് വേർഡ്സ്. അവിടെ നമ്മൾ സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ, അപ്പോൾ എസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് അലിട്രേഷന് എക്സാമ്പിളാണ്. എന്താ പറയുന്നത്? ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ, എന്തോ എൻ്റെ ആത്മാവിൽ എന്തോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഫീവർ ഓർ
forgotten wings. Fever means burning desires. പോയറ്റിക് ഇൻസ്പിറേഷൻ വന്നപ്പോഴുണ്ടായിട്ടുള്ള ആ എക്സൈറ്റ്മെൻറ്റ്. forgotten wings, hidden emotions. അതായത് കവി പറയുകയാണ്, എൻ്റെ ഉള്ളിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ച വികാരങ്ങൾക്ക് ചിറക് മുളച്ചതാണോ. അപ്പോൾ പോയട്രി അദ്ദേഹത്തെ ടച്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന ഓരോ വികാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു മാറ്റമാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. എന്തൊക്കെയോ അദ്ദേഹത്തിൽ അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ചിറക് വെച്ചുകൊണ്ട് പാറിപ്പറക്കുന്നത് പോലെയുള്ളൊരു അനുഭവമാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. And I made my own way, deciphering that fire. And I made my own way. He was not ready to follow the path of others. He created his own way. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പാത വെട്ടിത്തെളിച്ചു. അതായത് മറ്റുള്ള ആളുകൾ എഴുതുന്നത് പോലെ അല്ലെങ്കിൽ അവരുടെ ഭാവനയുള്ളതുപോലെയല്ല കവി ഈ ഭാവനയെ സ്പർശിച്ചപ്പോൾ അദ്ദേഹം എഴുതിയത്. അദ്ദേഹം അതിൽ നിന്നും വേർതിരിച്ച് മറ്റൊരു രീതിയിലൂടെ എഴുതി അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വഴി വെട്ടിത്തെളിച്ചു. ഹി ക്രിയേറ്റഡ് ഹിസ് ഓൺ വേ. ഡിസൈഫറിങ് എന്ന് പറഞ്ഞാൽ ഡീകോഡിങ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ഫീലിങ്സിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. ഐ മെയ്ഡ് മൈ ഓൺ വേ, ഡിസൈഫറിങ് ദാറ്റ് ഫയർ. ആ ഒരു ഫയർ ഡീകോഡ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയി. ആൻഡ് ഐ റോഡ് ദ ഫസ്റ്റ് ഫെയിൻറ്റ് ലൈൻ, ഫെയിൻറ്റ് വിതൗട്ട് സബ്സ്റ്റൻസ്, പ്യുവർ നോൺസെൻസ്, പ്യുവർ വിസ്ഡം ഓഫ് someone who knows nothing. And suddenly I saw the heavens unfastened and open, planets palpitating, plantations shadow, perforated, riddled with the arrows, fire and flowers, the winding night, the universe. And I wrote the first faint line. Faint എന്ന് പറഞ്ഞാൽ എന്താണ്? അവ്യക്തമായിട്ടുള്ള, അൺക്ലിയർ. I wrote the first faint line. അവ്യക്തമായിട്ടുള്ള ആദ്യത്തെ വരി ഞാൻ എഴുതി. ഫെയിൻറ്റ്, വീണ്ടും അദ്ദേഹം പറയുകയാണ്, അത്ര ക്ലിയർ ആയിട്ടുള്ളൊരു വരിയൊന്നല്ലായിരുന്നു എഴുതിയത്. വിതൗട്ട് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കഴമ്പ്, അതായത് അത്ര കഴമ്പില്ലാത്തൊരു ലൈനാണ് ഞാൻ എഴുതിയത്. പ്യുവർ നോൺസെൻസ്, എന്താണ്? ശുദ്ധ വിഡ്ഢിത്തമാണ് ഞാൻ എഴുതിയത്. ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത്, ഈ ഭാവന എന്നെ ടച്ച് ചെയ്തപ്പോൾ ഞാൻ എഴുതിയ ആദ്യത്തെ വരി അത്ര പ്രധാനമല്ലാത്ത അല്ലെങ്കിൽ അത്ര കഴമ്പില്ലാത്ത ഒരു അവ്യക്തമായിട്ടുള്ളൊരു വരിയായിരുന്നു. പ്യുവർ നോൺസെൻസ്, ശുദ്ധ വിഡ്ഢിത്തമായിരുന്നു. പ്യുവർ വിസ്ഡം ഓഫ് someone who knows nothing. പക്ഷേ ഒന്നും അറിയാത്തവന് അത് നല്ല ഒരു അറിവായിരുന്നു. അതായത് മറ്റുള്ള ജ്ഞാനമുള്ള ആളുകൾക്ക് ഈ ഒരു വരി കണ്ടാൽ ഒന്നും തോന്നില്ല, അത്ര പ്രാധാന്യമൊന്നും തോന്നില്ല. പക്ഷേ ഒന്നും അറിയാത്ത ഒരാൾക്ക് അത് എന്തോ വലിയൊരു കാര്യമായിരുന്നു, വലിയൊരു അറിവാണ് ആ വരികളിലൂടെ അവർക്ക് മനസ്സിലാവുക. ആൻഡ് സഡൻലി ഐ സോ ദ ഹെവൻസ് അൺഫാസ്റ്റൻഡ് ആൻഡ് ഓപ്പൺ, പ്ലാനറ്റ്സ്. പിന്നീട് അദ്ദേഹത്തിന് എന്തൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് സഡൻലി ഐ സോ ദ ഹെവൻസ്, പെട്ടെന്ന് തന്നെ എനിക്ക് സ്വർഗം കാണാൻ കഴിഞ്ഞു. അൺഫാസ്റ്റൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺലോക്ക്ഡ്. സ്വർഗം എൻ്റെ മുന്നിൽ അങ്ങനെ തുറക്കപ്പെട്ടു. ആൻഡ് ഓപ്പൺ പ്ലാനറ്റ്സ്, അപ്പോൾ അവിടെ എനിക്ക് എന്തെല്ലാം കാണാൻ സാധിച്ചു? അവിടെ വിഷ്വൽ ഇമേജസ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം അവിടെ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളെല്ലാം കാണാൻ സാധിച്ചു. പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ് എന്ന് പറഞ്ഞാൽ ത്രോബിങ് പ്ലാന്റേഷൻ. പാൽപിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പന്ദിക്കുന്ന. പ്ലാന്റേഷൻ സസ്യലതാദികൾ. അപ്പോൾ സ്പന്ദിക്കുന്ന സസ്യലതാദികൾ എനിക്ക് കാണാൻ സാധിച്ചു. ഷാഡോ, പെർഫറേറ്റഡ്, റിഡിൽഡ് വിത്ത് ആരോസ്,
പിന്നീട് എന്താണ് ഷാഡോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിഴലാണ്. ഇവിടെ അദ്ദേഹം നിഴൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇഗ്നോറൻസ് ആണ്. ഷാഡോ പെർഫറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, തുള വീഴുക. അപ്പോൾ ആ ഒരു ഷാഡോയ്ക്ക് തുള വീഴുകയാണ്, ആ നിഴലിന് തുള വീഴുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ പ്രകാശം വന്ന് ഡിസപ്പിയർഡ് ഹിസ് ഇഗ്നോറൻസ്, അദ്ദേഹത്തിൻ്റെ അജ്ഞത അവിടെ ഡിസപ്പിയർ ആവുകയാണ്. വിജ്ഞാനം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. റിഡിൽഡ് വിത്ത് ആരോസ്, കൺഫ്യൂസ്ഡ് വിത്ത് ആരോസ്, അദ്ദേഹത്തിന് ഇങ്ങനെ എന്താണ് കുറച്ച് റിഡിൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൺഫ്യൂഷൻ എന്നാണ് അർത്ഥം. റിഡിൽഡ് വിത്ത് ആരോസ്, ഫയർ ആൻഡ് ഫ്ലവേഴ്സ്, ദ വൈൻഡിങ് നൈറ്റ്, ദ യൂണിവേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലൂമിങ് ഓഫ് ക്രിയേറ്റിവിറ്റി, ആ സർഗാത്മകത, അതാണ് എന്താ പറയുക, ബ്ലൂമിങ് എന്നുള്ളതുകൊണ്ട്, ബ്ലൂമിങ് ഫ്ലവേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫയർ എന്ന് വെച്ചാൽ പോയറ്റിക് സ്പാർക്ക്. അതുപോലെ വൈൻഡിങ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റിനാണ് വൈൻഡിങ് എന്ന് പറയുന്നത്. വൈൻഡിങ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ രാത്രി പിന്നീട് ചുറ്റിക്കറങ്ങി പകലാകുന്നു, വീണ്ടും രാത്രിയാകുന്നു. ദ യൂണിവേഴ്സ്, അപ്പോൾ അദ്ദേഹത്തിന് ആ യൂണിവേഴ്സ് തന്നെ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഐ ഇൻഫിനിറ്റസിമൽ ബീയിങ് ഡ്രങ്ക് വിത്ത് ദ ഗ്രേറ്റ് സ്റ്റാറി വോയിഡ്. എന്താ പറയുന്നത്? ആൻഡ് ഐ ഇൻഫിനിറ്റസിമൽ ബീയിങ്. ഇൻഫിനിറ്റസിമൽ എന്ന് പറഞ്ഞാൽ ട്രിവ്യൽ, നോട്ട് ഇമ്പോർട്ടൻ്റ്, വളരെ നിസ്സാരക്കാരനായിട്ടുള്ള ഒരാളായിട്ട് മാറുകയാണ്. അതൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ്, അതിന് മയോസിസ് എന്ന് പറയും. അണ്ടർ സ്റ്റേറ്റ്മെൻ്റാണ്, അതായത് ഇങ്ങനെ താഴ്ത്തിക്കെട്ടി പറയുന്നതല്ലേ, അങ്ങനെ അതിന് ഉപയോഗിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ചാണ് മയോസിസ്. ആൻഡ് ഐ ഇൻഫിനിറ്റസിമൽ ബീയിങ്. ഇൻഫിനിറ്റസിമൽ എന്ന് പറഞ്ഞാൽ ട്രിവ്യൽ, നോട്ട് ഇമ്പോർട്ടൻ്റ്, അതായത് അത്ര നിസാരക്കാരൻ എന്നാണ് പറയുന്നത്. ഞാൻ ഈ ലോകത്ത് ഒരു ഇൻഫിനിറ്റസിമൽ ബീയിങ് ആണ്, അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ പറയുന്നതിന് ഉള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് മയോസിസ്, അതായത് കുറച്ച് താഴ്ത്തി കെട്ടി പറയില്ലേ, അപ്പോൾ അതിനുപയോഗിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് മയോസിസ് ആണ്. ആൻഡ് ഐ ഇൻഫിനിറ്റസിമൽ ബീയിങ് ഡ്രങ്ക് വിത്ത് ദ ഗ്രേറ്റ് സ്റ്റാറി വോയിഡ് ലൈക്ക്നെസ് ഇമേജസ് ഓഫ് മിസ്റ്ററി. എന്താ പറയുന്നത്? വെൻ the poetry arrayed all the beautiful and mysterious things in the world opened before the poet's eyes. അപ്പോൾ അദ്ദേഹം ആ സ്വർഗം കാണുന്നുണ്ട്, പ്ലാനറ്റ്സിനെ കാണുന്നുണ്ട്, അല്ലേ, എല്ലാം തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം ആകാശത്തേക്ക് നോക്കുമ്പോൾ അവിടെ എല്ലാം നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വോയിഡ് എന്ന് പറഞ്ഞാൽ ശൂന്യത. അപ്പോൾ ആ ആകാശം അദ്ദേഹം കാണുകയാണ്. ലൈക്ക്നെസ് ഇമേജസ് ഓഫ് മിസ്റ്ററി. ആ ആകാശത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ മിസ്റ്റീരിയസ് ആയിട്ട് തോന്നുകയാണ്, എന്തൊക്കെയോ നിഗൂഢതകളായിട്ടാണ് തോന്നുന്നത്. ഐ ഫെൽറ്റ് മൈസെൽഫ് എ പ്യുവർ പാർട്ട് ഓഫ് ദി അബീസ്. അബീസ് എന്ന് പറഞ്ഞാൽ ബോട്ടംലെസ് ഡെപ്ത്, ഒരു അഗാധമായിട്ടുള്ള ഗർത്തത്തിനാണ് അബീസ് എന്ന് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു പ്യുവർ പാർട്ടായിട്ട് മാറിയിരിക്കുകയാണ്. ഐ വീൽഡ് വിത്ത് ദി സ്റ്റാർസ്. ഞാൻ സ്റ്റാർസിൻ്റെ കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. മൈ ഹാർട്ട് ബ്രോക്ക് ലൂസ് ഓൺ ദ വിൻഡ്. ഇവിടെ ബ്രോക്ക് ലൂസ് എന്ന് പറഞ്ഞാൽ ടു ഫിസിക്കലി സെപ്പറേറ്റഡ് ഫ്രം സംതിങ്, അതായത് ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ, അല്ലെങ്കിൽ ആ ശരീരത്തിൽ നിന്നും ആ മനസ്സ് വേർപെട്ട്, ആ ഒരു ഹൃദയം വേർപെട്ടങ്ങ് ആ വിൻഡിലൂടെ ചലിക്കുകയാണ്. ഈ പട്ടമൊക്കെ ആകാശത്തേക്ക് അല്ലെങ്കിൽ ആ വായുവിലൂടെ ചലിക്കില്ല, അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് കിടന്നങ്ങനെ ആ വായുവിലൂടെ ഒഴുകുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഇമാജിനേഷൻസ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും അതെല്ലാം എഴുതാൻ സാധിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ വരികളിലൂടെ ഈ പോയം അവിടെ അവസാനിക്കുകയാണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കണു. താങ്ക്സ് ഫോർ വാച്ചിങ്.